അത് പിണറായി ബ്രാൻഡ് നിട്ടാൽ മതി. നല്ല പേര, അതാ നല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്ക, ക്ഷേത്രത്തിൻ്റെ പള്ളിയുടെയും വരുമാനം, ഇതൊക്കെ ആര് കൊള്ളയടിച്ചാലും ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല. അതിനെ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് തടയപ്പെടണം. ഈ തന്ത്രിയുടെ അറസ്റ്റ് ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ തന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ ഇത് പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു പദവി, അപ്പോൾ അതിന്റെ കാര്യത്തിലൊക്കെ ഒരു പുനർചിന്തനം വേണ്ടി വരില്ല ഈ മാറിയ കാലത്ത്. ഞാൻ പറയും, 1-2 പേർക്കെതിരെ ആരോപണം വന്നതെന്ന് ചോദിച്ചാൽ അവർ മുഴുവൻ മോശക്കാരാണോ? മുമ്പ് ഒരു തന്ത്രിക്കെതിരെ ഒരു പരാതി വന്നല്ലോ, എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതേ വ്യക്തിയെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിന് വിളക്ക് തെളിയിപ്പിച്ചത് മുഖ്യമന്ത്രി. അതും കൂടെ നോക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു തന്ത്രിക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹത്തിന് താന്ത്രിക പ്രവൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിനെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിന് വിളക്ക് കത്തിച്ച്. അപ്പം എന്താ തന്ത്രി നല്ല ആളായോ? പിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത തന്ത്രിയെ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമായ ആളാണ്. സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ അവിടെ ശുദ്ധീകരണം നടത്തിയതിന് അദ്ദേഹത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഏതായാലും ഒറ്റ കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ. എങ്ങനെ അനുഷ്ഠാനങ്ങൾ സർക്കാർ ലംഘിച്ചാൽ അവിടെ തന്ത്രിക്ക് ഇടപെടണം. ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്ത്രിയുടെ ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അന്ന് തന്ത്രി എടുത്ത തീരുമാനം ശരിയായിരുന്നു. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. അതിൻ്റെ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു താന്ത്രിക വിദ്യകളിൽ വീഴ്ച വരുത്തിയാൽ മാറ്റി നിർത്തും ആ പ്രവൃത്തിയിൽ നിന്ന്. അങ്ങനെ മാറ്റി നിർത്തിയ ഒരു തന്ത്രിയാണ്, മുൻ തന്ത്രിയാണ് അയ്യപ്പ സംഗമത്തിന് വിളക്ക് കത്തിച്ചത്. തീർച്ചയായിട്ടും യഥാർത്ഥ കള്ളന്മാർ പുറത്തു വരുന്നവരെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും, സമരം ചെയ്തുകൊണ്ടേയിരിക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ സമഗ്ര അന്വേഷണം നടത്തി അന്നകത്താക്കേണ്ടവർ അന്നകത്താകും. ഇന്നകത്തായില്ലെങ്കിൽ ശരി. മറ്റു കാര്യമുണ്ട്. ഈ ഗാന്ധിക്ക് നിർദ്ദേശം പറഞ്ഞിരുന്നു. സർക്കാരിന്റെ മദ്യത്തിന് പുതിയൊരു പേര് നിർദ്ദേശിച്ചുകൊണ്ട് അത് നിർത്തിവെക്കാൻ മന്ത്രി തന്നെ ഉത്തരവിടുകയും ചെയ്യും. അത് പിണറായി ബ്രാൻഡ് നിട്ടാൽ മതി. നല്ല പേര, അതാ നല്ല.